ഈ പ്രൊജക്റ്റ് എങ്ങനെ മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാം? അതിനെന്ത് പഠിക്കണം? പ്രസന്റേഷൻ. ഒരാളെടുത്ത് ഈ ആശയം പറഞ്ഞു കൊടുക്കാൻ പഠിക്കണം. 2, പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾ എന്ത് ചോദിക്കും? കുറെ സംശയങ്ങളും എതിർപ്പുകളും. അപ്പൊ എന്ത് പഠിക്കണം? ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് സ്കിൽ. അതിനെ ഒബ്ജക്റ്റ് ചെയ്യാൻ പഠിക്കണം. ഒബ്ജക്ഷൻ യുവർ ഓണർ. വക്കീലെ എന്താ പറയാ? ഒബ്ജക്ഷൻ യുവർ ഓണർ. അതല്ലേ എനിക്ക് കാര്യം പറയാനുണ്ട് സാർ. ഒബ്ജക്ഷൻ. ദെൻ മിനി ക്ലോസിംഗ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞതാണ് ശരി. അപ്പൊ എന്ത് ചെയ്തു? ഇന്നിപ്പോ എന്താ സംഭവിച്ചേ? ഇവിടെ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. മിനി ക്ലോസിംഗ്. കുറെ പേരുന്ന് അഡ്വാൻസ് പേയ്മെന്റ് വാങ്ങി. മിനി ക്ലോസിംഗ് പ്രസന്റ് ചെയ്തു. ഒബ്ജക്ഷൻ വന്നില്ല. അത് ഞാൻ ചെയ്തു. ഒബ്ജക്ഷൻ പറയാൻ പോണ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ, ദെൻ മിനി ക്ലോസിംഗ്. അത് കഴിഞ്ഞപ്പോൾ ഇന്ന് ഇവിടുന്ന് 500 രൂപ അഡ്വാൻസ് പേയ്മെന്റും 1000 തന്നവരുണ്ട്. നാളെ ഇവിടുന്ന് നിങ്ങൾ ലീഡേഴ്സ് വിളിക്കും. എന്നിട്ട് എന്ത് പറയും? ഫോളോ സാറേ, നമ്മൾ ഇന്നലെ ബുക്ക് ചെയ്തില്ലേ? അത് സാറ് 1 ലക്ഷം രൂപയല്ലേ ബുക്ക് ചെയ്തിരുന്നത്? മറ്റേ ബൈ വൺ ഗെറ്റ് ഓഫർ ഇന്ന് തീരാണ്. സാർ ഒരു 5 ലാക്ക് എടുക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപ മാറ്റാം. ദാറ്റ് ഈസ് നെഗോസിയേഷൻ. 1 ചെയ്യിച്ച ആളെ കൊണ്ട് എന്ത് ചെയ്യും? 5 ആക്കും. 5 ഇട്ടവர்கள் എന്ത് ചെയ്യും? 10 എടുപ്പിക്കും. അപ്പൊ കോള് വരുമ്പോ ശ്രദ്ധിച്ചോ, ഇതിനെ വിളിക്കണം. അപ്പൊ ആദ്യം ഇങ്ങനെ സമ്മതിച്ചു. എന്തായാലും സമ്മതിപ്പിക്കും. കാരണം എന്താ? നമ്മുടെ പിള്ളേര് പുലികളാണ് അല്ലേ? അവർ ഒന്നെടുത്ത് ഒരു കോട്ടിന് 2 ആക്കി പിടിക്കും. അപ്പൊ എന്താണ് നെഗോസിയേഷൻ? വാട്ട് ഇസ് നെഗോസിയേഷൻ? വാങ്ങുന്നയാൾക്കും വിൽക്കുന്നയാൾക്കും ഒരേ പവറാണ്. അതായത് ഇപ്പൊ നമ്മള് മാർക്കറ്റിൽ മീൻ മേടിക്കാൻ വേണ്ടി പോയി. കരിമീൻ ഇരിക്കുന്നു 1 കിലോ. കരിമീൻ 1 കിലോ കരിമീൻ വേണം. ചോദിച്ചു, ചേച്ചി കരിമീൻ എത്രയാ? കിലോയ്ക്ക് 400 രൂപ. ലാലി ടീച്ചർ പറഞ്ഞു, ആ മീൻ വെക്കുന്ന ആൾ പറഞ്ഞു 400 രൂപ. ലാലി ടീച്ചർ ചോദിച്ചു 400 രൂപയാണ്. അതെ, ഒരു 300 രൂപ അങ്ങോട്ട് തരാം. അപ്പൊ എന്താ സംഭവിച്ച? ലാലി ടീച്ചർ നെഗോസിയേറ്റ് ചെയ്തു. എന്ത്? 300 രൂപയെ തരൂ. അവരെന്ത് പറഞ്ഞു? 400. തിരിച്ചവര് പറഞ്ഞു 380. അപ്പൊ അവരെന്ത് ചെയ്തു? അവർ നെഗോഷിയേറ്റ് ചെയ്തു. ചേച്ചി 400 തരില്ല, 380. അപ്പൊ ലാലി ടീച്ചർ 325 വീണ്ടും കയറ്റി വെച്ചു. ലാലമ്പളിയല്ല, ഇതിന് വിളിക്കുന്ന പേരാണ് നെഗോസിയേഷൻ. വാങ്ങുന്നയാൾക്കും വിൽക്കുന്നയാൾക്കും ഒരേ പവർ. അവരെ സാധനം നമ്മൾ ചോദിച്ചു പഠിക്കാം. ഇവര് പറഞ്ഞു എന്റെ സാധനം ഇങ്ങനെ തരില്ല. ലാസ്റ്റ് എന്ത് ചെയ്തു? 350 ക്ലോസ്ഡ്. ക്ലിയറായോ? ദിസ് ഈസ് നെഗോസിയേഷൻ. അപ്പൊ നാളെ എന്ത് ചെയ്യും? സാറേ 5 ലക്ഷം ബുക്ക് ചെയ്തേക്കണേ, നമുക്കിത് 10 ആക്കിയാലോ? ദാറ്റ് ഈസ് ഫോളോ ആൻഡ് നെഗോസിയേഷൻ. എന്നിട്ട് എന്ത് ചെയ്യും? ആ പേയ്മെന്റ് നാളെ അക്കൗണ്ടിലേക്ക് വരും. ദാറ്റ് ഈസ് ക്ലോസിംഗ്. അപ്പോ ഇവിടെ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ 1 ലക്ഷവും 10 ലക്ഷം 1 കോടിയും